ഹലോ ഹാക്കേഴ്സ്, പ്രണവാണ്. അപ്പം നമ്മൾ ഈ ഒരു പോർച്ചുഗൽ വീഡിയോ സീരീസിൻ്റെ 7ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ലാബിൻ്റെ പേര് SQL ഇഞ്ചക്ഷൻ യൂണിയൻ അറ്റാക്ക് ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് കോളംസ് റിട്ടേൺ ബൈ ദ ക്വറി. അപ്പോൾ ഇതാണ് നമ്മുടെ ലാബിൻ്റെ ആ ഒരു പേര്. ഇതിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ യൂണിയൻ അറ്റാക്ക് യൂസ് ചെയ്തിട്ട് എത്ര റോ ഉണ്ട്, എത്ര കോളം വേണം ഈ ഒരു ഇത് നമ്മുടെ യൂണിയൻ അറ്റാക്ക് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. യൂണിയൻ അറ്റാക്ക് വർക്കാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള അല്ലെങ്കിൽ രണ്ട് സൈഡിലുള്ള ക്വറിയിലെ റോയുടെ എണ്ണം ശരിയായിരിക്കണം. അപ്പം ഇതിൽ നമ്മൾ നമ്പർ ഓഫ് കോളംസ് റിട്ടേൺ ബൈ ദ ക്വറി എത്രയാണ് കണ്ടുപിടിക്കണം, ഡിറ്റർമിൻ ചെയ്യണം. അതാണ് നമ്മുടെ ടാസ്ക്. യൂണിയൻ അറ്റാക്ക് വെച്ചിട്ട് നമ്മളത് തീരുമാനിക്കണം. അപ്പോൾ പൊതുവേ പറയുവാണെങ്കിൽ ഈ ടാസ്ക് വളരെ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ ചെയ്തത് വെച്ച് നോക്കുമ്പം ആ വീഡിയോയിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു പരിപാടി. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണിത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഇതെന്ന് പറയുമ്പം നമുക്കറിയത്തില്ല. മറ്റേത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ ഒറാക്കിൾ അല്ലെങ്കിൽ നോൺ ഒറാക്കിളെന്ന്. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതിൽ ഏത് ഡേറ്റാബേസാണ് നമുക്കറിയത്തില്ല. നമ്മൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിലൊരു ഇതെന്ന് പറയുമ്പോൾ. അത് നമുക്ക് വളരെ പെട്ടെന്ന് ബാക്കി ചെയ്യാം. സോ ഞാൻ ഓൾറെഡി ഇത് ആക്സസ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമുക്കറിയാം ഈ ഒരു കാറ്റഗറി ഫീൽഡിലാണ് വൾനറബിലിറ്റി എന്ന്. ഞാൻ ഓൾറെഡി പെറ്റ്സിൻ്റെ എടുത്തു, ബർപ്പ് എടുക്കുവാണ്. ബർപ്പിൽ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നിയിട്ടുള്ളത്. സോ ഓപ്പൺ ബ്രൗസർ, വെയിറ്റ് ചെയ്യാം. ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ട് ഞാനിവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് റിപ്പീറ്ററിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കപ്പം നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പം ഇത് നമ്മൾ ആ ഒരു പേരോട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ 4 പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ചീറ്റ് ഷീറ്റ് എടുക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. ഒന്നെങ്കിൽ ഇതൊരു ഒറാക്കിളാകാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പോസ്റ്റ്ഗ്രെസ് MySQL. ഇത്രയാണ് പോസിബിലിറ്റി. നമുക്ക് ആദ്യം MySQL ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പേരോട് സെറ്റ് ചെയ്യണം. ആദ്യം യൂണിയൻ സെലക്ട് നൾ. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഒരെണ്ണം കൊടുത്തു എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. നമുക്കൊരു അസംഷൻ എടുക്കുമായിരുന്നു. ഓക്കെ, ഇതിപ്പം യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 വെച്ച് അങ്ങ് തുടങ്ങാം. നടക്കുവാണെങ്കിൽ സക്സസ്ഫുൾ ആകുവാണെങ്കിൽ അപ്പോൾ തന്നെ അറിയാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചിട്ട് വീണ്ടും നമുക്ക് 1 2 3 ആ രീതി ഓർഡറിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഒരിക്കലും ഒരു പാസ്വേഡോ യൂസർ നെയിമോ കണ്ടുപിടിക്കുക അല്ല ടാസ്ക്. ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ എത്ര കോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അത് 1 ആകാം, 2 ആകാം, 3 ആകാം, അല്ലെങ്കിൽ 4 ആകാം, 5 ആകാം, എത്ര വേണമെങ്കിലും ആകാം. അപ്പോൾ നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഫസ്റ്റ് ആണോ നോക്കാം. ഫസ്റ്റ് ആണോ? അല്ലോ, 200 അടിച്ചു. ഒരു മിനിറ്റ്, ഇവിടെ ഞാനൊരു ഇതിട്ടിട്ടില്ലായിരുന്നു, സിംഗിൾ കോട്ട് അടിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ സെറ്റായി. അതാ ഞാൻ വെച്ചാൽ ഒറ്റയടിയെങ്കിൽ ശരിയായിരുന്നു. ആ ഒരു പേയിലോട് എറർ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി ഒരു നള്ളൂടി, ഒരു കോളവും കൂടി ആഡ് ചെയ്ത് നോക്കാം. കോമ ഇടണം ഇവിടെ. അതുമല്ല, ഒന്നുകൂടെ ആഡ് ചെയ്യാം. അതുമല്ല, 4 വരെയൊക്കെ പോകാം കേട്ടോ. ഓക്കെ, 4 വരെ പോയി. അപ്പം MySQL ആകാനുള്ള സാധ്യത കുറഞ്ഞു. ബട്ട് 4 നമുക്ക് നിർത്താൻ പറ്റില്ല. നമുക്കെന്നാലും ഒരുപാട് എണ്ണം പോകുന്നതുകൊണ്ട് സമയം നമ്മൾ കൂടുതൽ പോകും. നമുക്ക് ബാക്കിയുള്ള പോസിബിലിറ്റി കൂടി നോക്കണമല്ലോ. നമുക്കിനിയും പോസ്റ്റ്ഗ്രെസ് ആണോ എന്നുള്ള രീതി നോക്കാം. അതിനിയും കുറച്ച് ആയ ഓരോ നള്ളു വെച്ചിട്ട്. ഓക്കെ, അല്ല, ആദ്യം തന്നെ ഒരെറർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ, കറക്റ്റാണ്. ഇത് സക്സസ്ഫുൾ അടിച്ചിട്ടുണ്ട്, മീൻസ് 200 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമുക്കറിയാം 3 ഉണ്ട്, 3 കോളം. അപ്പോൾ നമ്മുടെ പരിപാടി ഫിനിഷ് ആയിട്ടുണ്ട്. 3 കോളം ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്തേക്കാം. യെസ്, ഇത്ര ഉള്ളായിരുന്ന കാര്യം. നമ്മൾ ആ ഒരു 3 കോളമാണ് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കൊരു ഡൗട്ടുണ്ട്, അതിനൊരു പോസ്റ്റ്ഗ്രെസ് ആണോ അതോ മൈക്രോസോഫ്റ്റിൻ്റെ ആണോ നമുക്ക് ഡൗട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേർഷൻ അതല്ല, അത് രണ്ടുമല്ലേ. വേർഷൻ സെലക്ട് പ്ലസ് വേർഷൻ
ഓക്കെ ആണ്. ഒരു പക്ഷെ അത് ഏതാ അത് നമ്മുടെ സ്ട്രിങ് ടൈപ്പ് ആയിരിക്കണമെന്നില്ല. അത് നമ്മുടെ സ്ട്രിങ് ടൈപ്പ് ആയിരിക്കണമെന്നില്ല. നമുക്ക് അടുത്തതിലോട്ടൊന്ന് മാറ്റി നോക്കാം. വേർഷൻ ഓക്കെ, വേർഷൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പോസ്റ്റ്ഗ്രസിൻ്റെ ഡാറ്റാബേസ് ആണ്. സോ അതറിയേണ്ട കാര്യമില്ലായിരുന്നു, ജസ്റ്റ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് നോക്കിയതാണ്. നമ്മളെന്തായാലും ആ ഒരു ലാബ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യും. ലൈവ് CTFs, അതേപോലെ തന്നെ ലൈവ് ബഗ് ഹണ്ടിങ്, പിന്നെ ട്രൈ ഹാക്ക് മീ റൂംസ്, അതേപോലെ തന്നെ പല കാര്യങ്ങളും. പിന്നെ നമ്മൾ ചെറിയ ഇൻഫോർമേറ്റീവായിട്ടുള്ള സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഷോർട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റിയും എൻ്റർടൈൻമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കുറച്ച് കിടിലം കണ്ടൻറ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കൂടെ സപ്പോർട്ടിന് കട്ടയ്ക്ക് നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട് ഫ്യൂച്ചറിൽ. അപ്പം ഇതൊക്കെ കാണാൻ താല്പര്യമുണ്ട്, സൈബർ സെക്യൂരിറ്റിയോട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷേ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കണം, അതിലൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുക.